തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ രാജ്യം മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ രാഹുലിന്റെ ആരോപണം ഏറ്റുപിടിച്ചതോടെ ബി.ജെ.പിക്ക് വലിയ തലവേദനയായിരിക്കുകയാണ്. കണക്ക് നിരത്തിയുള്ള രാഹുലിന്റെ ആരോപണത്തിന് 10ാം ദിവസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞത്. എന്നാൽ ആ മറുപടിയിൽ കൃത്യതയുണ്ടായിരുന്നില്ല. രാഹുലിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പക്ഷേ രാഹുൽ നിരത്തിയ കണക്കുകൾക്ക് കമ്മീഷൻ മറുപടി കണക്ക് നിരത്തിയില്ല. എങ്കിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഒരു തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഗുണമാവുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി വീണ്ടും രംഗത്തെത്തുകയും ചെയ്തു. വോട്ട് ചോരി വിവാദത്തിൽ സത്യവാങ്മൂലം നൽകണമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ട്. അതിനെതിരെയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. താൻ പറഞ്ഞ അതേ കാര്യം പറഞ്ഞ ബി.ജെ.പി നേതാവ് അനുരാഗ് ഠാക്കൂറിനോട് കമ്മീഷൻ സത്യവാങ്മൂലം ചോദിക്കുന്നില്ല എന്ന് രാഹുൽ വിമർശിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണം എന്നാൽ ബീഹാറിലെ ജനതയിൽ നിന്ന് വോട്ടുകൾ മോഷ്ടിക്കുക എന്നാണ് അർത്ഥം. നേരത്തെ അവരിത് രഹസ്യമായി ചെയ്തു, ഇപ്പോൾ അത് പരസ്യമായി ചെയ്യുന്നു എന്നേ ഉള്ളൂ എന്നും രാഹുൽ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ജയിച്ചു. 4 മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി.ജെ.പി സഖ്യം തൂത്തുവാരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 4 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ 1 കോടി വോട്ടർമാരെ സൃഷ്ടിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി. പുതിയ വോട്ടർമാർ വന്നിടങ്ങളിലെല്ലാം ബി.ജെ.പി ജയിച്ചു. ഞങ്ങളുടെ വോട്ടുകൾ കുറഞ്ഞതുമില്ല. അതോടെയാണ് സംശയമുണ്ടായത് എന്നും രാഹുൽ പറഞ്ഞു. ഈ 1 കോടി വോട്ടർമാർ എവിടെ നിന്ന് വന്നു, ആരാണവർ എന്ന കാര്യം വിശദീകരിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ നിങ്ങളോട് അത് വിശദീകരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. അപ്പോൾ CCTV സ്ഥാപിച്ച കാര്യം പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെടുന്ന ഏതു പാർട്ടിക്കും നൽകണമെന്നാണ് നിയമം. എന്നാൽ CCTV നൽകില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നീട് ഇലക്ട്രോണിക് വോട്ടർ പട്ടിക ആവശ്യപ്പെട്ടുവെങ്കിലും അതും നൽകിയില്ല. കമ്മീഷനും ബി.ജെ.പിയും ചേർന്ന് ബംഗളൂരു സെൻട്രലിൽ മോഷണം നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ പറയുന്ന അതേ കാര്യം അനുരാഗ് ഠാക്കൂർ പറയുമ്പോൾ അദ്ദേഹത്തോട് സത്യവാങ്മൂലം ആവശ്യപ്പെടുന്നില്ല എന്നും രാഹുൽ വിമർശിച്ചു. ഇന്ത്യ സഖ്യം ബീഹാറിൽ വോട്ട് മോഷണം അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. മരിച്ചവരോടൊപ്പം ചായ കുടിക്കുന്ന എന്റെ വീഡിയോ നിങ്ങൾ കണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജീവിച്ചിരിക്കുന്നവരെ കൊന്നു, അവരുടെ പേര് വെട്ടിമാറ്റി. എന്തിനാണ് അവരുടെ പേരുകൾ വെട്ടിമാറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ മുകളിൽ നിന്നുള്ള ഉത്തരവ് വന്നു എന്ന് മറുപടി ലഭിച്ചു. മോദിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഉത്തരവുകൾ വഴി ബീഹാറിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടുകൾ വെട്ടിക്കുറയ്ക്കുകയാണ്. അദാനിയെയും അംബാനിയെയും സഹായിക്കാൻ 65 ലക്ഷം ആളുകളുടെ വോട്ടുകൾ വെട്ടിമാറ്റി. അവർ നിങ്ങളുടെ പണമെല്ലാം മോഷ്ടിക്കും. പാവപ്പെട്ടവരുടെ കയ്യിലെ അവസാനത്തെ കാര്യമായ വോട്ടും തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അവരെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ചതിന് ശേഷം രാഹുൽ കൂടുതൽ ശക്തനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ബീഹാറിൽ രാഹുലിന്റെ യാത്ര പുരോഗമിക്കുകയാണ്. ഈ യാത്രയിൽ ഉടനീളം വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് ഉള്ളത്. ഈ യാത്രയിൽ വോട്ട് ചോരി ആരോപണം വലിയ രീതിയിൽ ഉയർത്താൻ രാഹുലിനും തേജസിനും കഴിയുന്നു എന്നാണ് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബീഹാറിൽ ഒരു കൊടുങ്കാറ്റായി രാഹുലും തേജസ്വിയും മാറുമ്പോൾ അവിടെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനും തേജസ്വിക്കും വലിയ നേട്ടം സ്വന്തമാക്കാൻ കഴിയുമെന്ന അനുമാനത്തിലാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുള്ളത്.